Opening pass, Umesh and Abdullah on the middle. Mr. Shaju. Mr. Shaju. Mr. Shaju Padana. കോഴിക്കോടും പടനയും തമ്മിലുള്ള മത്സരം ആരംഭിക്കുകയാണ്. ഇരു ടീമുകൾക്കും ഏറ്റവും പ്രാധാന്യമുള്ള മത്സരം. അഷ്റഫാണ് ബോളിംഗ് എൻഡിൽ. അൻവർ. ആദ്യ പന്ത് ഉമേഷ്. ഇൻ സ്വിംഗ് ആയി വന്ന പന്തിനെ ബാക്ക്ഫുട്ട് പോയി പഞ്ച് ചെയ്യപ്പെടുമ്പോൾ പന്ത് കാലിലാണ് തട്ടിയത്. ലെഗ് ബൈസിലൂടെ അക്കൗണ്ട് തുറക്കുകയാണ് ഷൂട്ടേഴ്സ് പടന. അൻവർ ബോളിംഗിൽ. ന്യൂ കോഴിക്കോടിന് വേണ്ടി. Lovely ball. Very good in swinging. Back to back. Tighty balls are here. Previous one leg by and this one with the bat. Boundary in the very first delivery by the form of leg by. Match between shooters, next shooters Padna versus team New Kozhikode. Anwar again. Lovely ball and straight to the fielder at coverage. Beautiful start by Anwar. Back to back dot balls. Soon after this match, KL Malappuram will playing against Lions Sports Alathur. And that is a clean edge. One more time, a disappointment for Umesh Dam. Back to the pavilion after a thick edge to the wicket keeper. One more key wicket gone. Shooters Padna lost the opener batsman Umesh. What a delivery that was. തീർച്ചയായിട്ടും ആ ഒരു പന്ത് സ്വിങ്ങിന് മറുപടിയില്ലായിരുന്നു ഉമേഷിൽ നിന്നും. തിക് ഏജായി വിക്കറ്റ് കീപ്പറുടെ കൈകളിൽ ഒതുങ്ങുമ്പോൾ ആദ്യത്തെ വിക്കറ്റ് നഷ്ടമാകുന്നു. ക്രമസംഖ്യ 3-ൽ നെക്സ്റ്റിൽ ഷൂട്ടേഴ്സ് പടനയ്ക്ക് വേണ്ടി പുതിയ താരം extra member of Padna wanted here. ഉദയ്ഫാണ് ക്രമസംഖ്യ 3-ൽ ഇറങ്ങിയിരിക്കുന്നത്. ബെൽസ് താഴെ വീണ ദൃശ്യം കാണാം. വെടിയുണ്ടകൾ അൻവറിന്റെ കൈകളിൽ നിന്നും മറ്റൊരു വിക്കറ്റ് കൂടി തെറിപ്പിച്ചിരിക്കുന്നു. അത്ഭുതകരമായ ബൗളിംഗ്. കഴിഞ്ഞ പന്തിൽ ഉമേഷ്, തുടർന്നുള്ള പന്തിൽ ഹുദൈഫ്. അങ്ങനെ രണ്ട് ബാറ്റ്സ്മാൻമാരെയും പൂജ്യത്തിന് മടക്കുന്നു തുടക്കത്തിൽ തന്നെ. ഏകദേശം കഴിഞ്ഞ എല്ലാ മത്സരങ്ങളിലും ആരംഭ ഓവർ ഇത്തരത്തിലുള്ള. അജയ് ശ്രീ സുരൻ എത്തുന്നു ക്രമസംഖ്യ 4-ൽ. അൻവറിന്റെ നെക്സ്റ്റ് എൻഡിൽ നിന്നും ഈ ടൂർണമെന്റിൽ ഉടനീളം അദ്ദേഹത്തിന്റെ ആരംഭം അത്തരത്തിലായിരുന്നു. അങ്ങനെ ആദ്യ ഓവർ അവസാനിക്കാൻ ഇനി ഒരു പന്ത് കൂടി ശേഷിക്കവേ 4-2 എന്ന നിലയിലാണ് നെക്സ്റ്റ് ഷൂട്ടേഴ്സ് പടന. വീണ്ടും ഒരു ഡോട്ട് ബോൾ. അങ്ങനെ വളരെ മികച്ച ഓവർ അവസാനിക്കുകയാണ്. 2 വിക്കറ്റുകൾ നഷ്ടമായ ഈ സാഹചര്യത്തിൽ നേടിയത് കേവലം 4 റൺസ്, അതായത് മെയ്ഡൻ വിക്കറ്റ് എന്ന് വിശേഷിപ്പിക്കാം.
ലെഗ് ബൈസിലൂടെ 4 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് 2 വിക്കറ്റുകൾ സ്വന്തമാക്കിയ അൻവർ മികച്ച തുടക്കം നൽകുന്നു ന്യൂ കോഴിക്കോടിന്. KTCA അബ്ദുള്ള സ്ട്രൈക്കിലെത്തുന്നു. കാസർഗോഡ് ജില്ല കണ്ട ഏറ്റവും മികച്ച പ്രതിഭാധനനായ ടെന്നീസ് ബോൾ പ്ലെയർ അബ്ദുള്ള റിക്കി. നേരിട്ട ആദ്യ പന്തിൽ അല്പം മിസ് അണ്ടർസ്റ്റാൻഡിംഗ്. ഇതാ മറ്റൊരു വിക്കറ്റ് നഷ്ടമാകുന്നു. യെസ് നോ തൊട്ടതെല്ലാം പിഴക്കുകയാണ് ഷൂട്ടേഴ്സ് പെടുന്ന. മൂന്നാമത്തെ വിക്കറ്റ് നഷ്ടമാകുന്നു. ബാറ്റിൽ നിന്നും ഒരൊറ്റ റൺ പിറക്കാതെ കേവലം 4 റൺസ് ലെഗ് ബൈസിലൂടെ നേടിയ 4 റൺസ് മാത്രം 3 വിക്കറ്റുകൾ നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ബാറ്റ്സ്മാൻ ഷൂട്ടേഴ്സിന് വേണ്ടി सलीम. जिस प्रकार ये लड़खड़ा रहे हैं, ये पारी लगातार विकेट गंवा चुके हैं. अब्दुल्ला जिस प्रकार कट कर दिया है कवर और एक्स्ट्रा कवर के बीच में गेंद जा रही है, जिससे पहले कि दूसरा रन जी नहीं, एक ही रन. ये पहला रन है जो बल्ले से निकलता हुआ. अब्दुल्ला खाता खोलने का समय मिला है. 3 विकेट. पहला उमेश, उसके बाद खुदैफ और अभी अजयश्री. अच्छी स्ट्रोक, वहां लॉन्ग ऑफ पर फील्डर तैनात है. सही ढंग से कप्तान ने फील्डिंग को सजावट किया गया है. വളരെ മികച്ച ഫീൽഡിംഗ് പൊസിഷനാണ് ക്യാപ്റ്റൻ ഷാരോൺ വിക്കറ്റ് കീപ്പർ കം ക്യാപ്റ്റൻ നിയന്ത്രിക്കുന്നത്. അടുത്ത പന്തുമായി line of the block call. Loud, very good attempt by Dr. ഹർഷാദിന്റെ മികച്ച ബോളിംഗ്. And this time straight to the fielder and 4th wicket down. 4th wicket down of shooters Padanda. The man Salim Khan back to the pavilion for a single. നാലാമത്തെ വിക്കറ്റ് നഷ്ടമായി കഴിഞ്ഞിരിക്കുകയാണ്. 7-4. 7वां रन बनाकर 4था विकेट गिर चुके हैं. बहुत बढ़िया खराब शुरुआत में कहना चाहूंगा. KTCA patron sir, respected Manikandan sir, will hand over the man of the match award. അദ്ദേഹത്തെ ഈ സമ്മാനം കൈമാറുവാൻ വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുമ്പോൾ മാൻ ഓഫ് ദ മാച്ച് കഴിഞ്ഞ മത്സരത്തിൽ അർഹത നേടിയ കളിക്കാരൻ 2 ഓവറിൽ മാത്രം 8 റൺ വിട്ടുകൊടുത്തുകൊണ്ട് 5 വിക്കറ്റുകൾ നേടിയ ഹാട്രിക്കിന്റെ അരവിന്ദാണ് കഴിഞ്ഞ മത്സരത്തിലെ താരം. So man of the match award goes to Aravindan for team Hattrick for your wonderful performance with the ball. 2 over 8 runs and 5 wickets. And given him out. Back-to-back wickets. Oh, this is a superb, unbelievable bowling by the bowlers of the team New Calicut. Afzal always back to the pavilion. Disappointment. I request Mr. Manikandan sir, give the memento and cash prize which is sponsored by Atlas UTC for each and every matches man of the match award. This occasion Aravind of Hattrick Kings Trivandrum will awarding Hattrick Kings ന്റെ അരവിന്ദൻ കഴിഞ്ഞ മത്സരത്തിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരം സ്വീകരിക്കണമെന്ന് അറിയിക്കുകയാണ്. ഇതിനിടയിൽ പുതിയ താരം എതിരിക്കുന്നു. നോൺ സ്ട്രൈക്കിൽ ഓവർ സംഖ്യ 3-ാമത്തേത് ആരംഭിക്കുന്നു.
Anwar. Oh, line of the block all. Abdullah pushing the ball in front of the mid of region and gets single. ഒരു ഭാഗത്ത് അബ്ദുള്ള, മറുഭാഗത്ത് തുടരെ വിക്കറ്റുകൾ നഷ്ടമാകുമ്പോൾ നിശ്ചലനായി നിൽക്കാനേ സാധിക്കുന്നുള്ളൂ അബ്ദുള്ളയ്ക്ക്. സ്ട്രൈക്കിൽ ഇപ്പോൾ പുതിയ താരം എത്തിയിരിക്കുന്നു, ശിവപ്രമോദ്. അൻവർ നിരന്തരമായ മികച്ച ബോളുകൾ പരീക്ഷിച്ചുകൊണ്ട് ന്യൂ കോഴിക്കോടിന് അത്ഭുതകരമായ തുടക്കം ഈ മത്സരത്തിൽ സമ്മാനിച്ച അൻവർ. ആദ്യ ഓവറിൽ കേവലം 4 റൺസ് ലെഗ് ബൈയിലൂടെ മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് 2 വിക്കറ്റുകൾ നേടിയ അൻവർ. ഇതിനിടയിൽ ശിവപ്രമോദിന്റെ അക്കൗണ്ട് ആരംഭിക്കാനുള്ള സമയം. ഓവർ സംഖ്യ മൂന്നാമത്തെ ഓവർ പുരോഗമിക്കുന്നു. അടുത്ത മത്സരം മത്സരിക്കേണ്ട KL10 മലപ്പുറം ലയൺ സ്പോർട്സ് ആലത്തിയൂർ സജ്ജരായി നിൽക്കണമെന്ന് അറിയിക്കുകയാണ്. ലയൺ സ്പോർട്സ് ആലത്തിയൂർ, KL10 മലപ്പുറം. ഇതിനിടയിൽ അബ്ദുള്ള നേടുന്നു സിംഗിളുകൾ. തുടർച്ചയായി വിക്കറ്റുകൾ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ വൻ ഹിറ്റുകൾക്ക്, വലിയ ഷോട്ടുകൾക്ക് ശ്രമിക്കാതെ വിക്കറ്റ് രക്ഷിച്ചുകൊണ്ടുള്ള ആ ഒരു ബുദ്ധിപരമായ നീക്കം കാണാം അബ്ദുള്ള, അതുപോലെ തന്നെ ശിവപ്രമോദ്, അൻവർ. മനോഹരമായ ബോൾ. സമ്മർദ്ദത്തിൽ തന്നെയാണ് ഇപ്പോഴും ബാറ്റ്സ്മാൻമാർ. ആ സമ്മർദ്ദത്തിൽ നിന്നും തിരിച്ചു വരണമെങ്കിൽ തീർച്ചയായിട്ടും പിടിച്ചു നിൽക്കേണ്ടി വരും. 5 വിക്കറ്റുകളാണ് നഷ്ടമായിരിക്കുന്നത്. ഇരട്ട സംഖ്യയിൽ സ്കോർ 10. ഫുൾ ടോസായി വന്ന പന്ത് ഓഫ് സ്റ്റമ്പിൽ നിന്ന് പുറത്ത് കളിക്കുന്നു. ഓഫ് സൈഡിൽ ഡീപ് കവറിൽ പ്രതിരോധിക്കപ്പെടുമ്പോൾ മറ്റൊരു ഓവർ കൂടി അവസാനിക്കുകയാണ്. ഓവർ സംഖ്യ 3ാമത്തേത് അവസാനിക്കുമ്പോൾ സ്കോർ നില 11-5. അബ്ദുള്ള 4 സിംഗിളുമായി ഒരു ഭാഗത്ത്, 2 റൺസുമായി ശിവപ്രമോദ്. Captain of KL10 മലപ്പുറം and Lion Sports ആലത്തിയൂർ come over here. അടുത്ത മത്സരം മത്സരിക്കേണ്ട ടീമുകളുടെ ക്യാപ്റ്റന്മാർ വന്ന് കളിക്കാരുടെ പേര് വിവരങ്ങൾ നൽകണമെന്ന് അറിയിക്കുകയാണ്. KL10 മലപ്പുറം, ലയൺ സ്പോർട്സ് ആലത്തിയൂർ. शीनो इसकी पहली गेंद रही और इस गेंद पर शिवप्रमोद ने जमाई है एक आकर्षक छक्का. इस प्रतियोगिता का इस मैच पर पहली बार हमें देखने को मिले हैं कि गेंद बगैर किसी रुकावट से सीमा रेखा के बाहर जाकर दम तोड़े हैं. शीनो को स्वागत किया है शिवप्रमोद ने छक्के के दरमियान 17 पर. ये ऑफ स्टंप के बाहर देखिए, अब दबाव गेंदबाज के ऊपर आए. मात्र 1 छक्के हम देखे हैं. बल्लेबाजों को ऊपर दबाव, अब गेंदबाज पर बदलाव होता हुआ. नेक्स्ट प्रस्तुत KPL 2021 एडिशन पहला. अगली गेंद और इस बार खराब स्ट्रोक. गेंद हवा पर कैच होने की संभावना और इसके साथ छोड़ा. कैच छोड़ा तो मैच छोड़ा. नीचे गिर पड़े हैं गेंद. अवसर जरूर थे. जन्नन के पास जानू ने क्या छोड़ा. इस बार अब्दुल्ला की स्ट्रोक अपना पैरों से रोकने की कोशिश किया. गेंदबाज शीनो ने रोक नहीं पाया. जब 1 रन से अब्दुल्ला 9 स्ट्राइक पर 5 विकेट, एक के पीछे एक रूट मार्च हम देखे हैं. लेकिन इसके बाद शिवप्रमोद और अब्दुल्ला के बीच में
एक अच्छी साझेदारी और प्रमोद ने इस गेंद को उछाल कर खेले हैं स्क्वायर लेग के पास, वहां ही मिलेंगे 6 रन इस ओवर का दूसरी छकड़ी. സമ്മർദ്ദത്തിലുണ്ടായിരുന്ന ബാറ്റ്സ്മാൻമാർ ഇതാ തിരിച്ച് തങ്ങളുടെ ശൈലിയിലേക്ക് മടങ്ങുമ്പോൾ ബോളർ അല്പം പതറുന്ന ദൃശ്യം കാണാം. ആദ്യത്തെ 3 ഓവറിനെ സംബന്ധിച്ചിടത്തോളം ഈ 4ാമത്തെ ഓവറിൽ ബാറ്റ്സ്മാൻമാർ അല്പം ആധിപത്യം നേടുന്ന സാഹചര്യം. ശിവ പ്രമോദിന്റെ ബാറ്റിംഗ്. ഇതിനിടയിൽ കട്ട് ചെയ്യപ്പെടുന്ന പന്ത് കവറിന്റെയും എക്സ്ട്രാ കവറിന്റെയും ഇടയിലൂടെ കടക്കുകയാണ്. ഷോർട്ട് പിച്ച് പന്തുകളെ ഉയർത്തിയടിക്കുന്നു. നല്ല പന്തുകളെ തെരഞ്ഞെടുത്തുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ വീണ്ടും 2 റൺസ് ശിവപ്രമോദ് ആദ്യ 3 ഓവറിൽ നേടിയ സ്കോറിനേക്കാളും കൂടുതൽ ഈ ഒരു ഓവറിൽ നേടിക്കഴിഞ്ഞിരിക്കുന്നു. 28 എത്തിയിരിക്കുകയാണ്. അതായത് 17 റൺസ് വന്നു കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു ഓവറിൽ. യാർക്കർ പ്രമോദ് അവസാന നിമിഷം വരെ നോക്കുന്നു. അതിനെ വളരെ മികച്ച റെസ്പെക്റ്റോട് കൂടി കളിക്കുന്നു. റണ്ണിന് വേണ്ടിയല്ല. ഓവർ സംഖ്യ ഇതോടുകൂടി 4ാമത്തേത് അവസാനിക്കുമ്പോൾ 28 സ്കോർ ബോർഡിൽ. 28 for the loss of 5 wicket. Next shooters Padana after the completion of 4 overs. Meanwhile, I repeat it again, the captain of KL10 Malappuram and Lion Sports Alathur invited here. अगला मैच के लिए दोनों टीमों के कप्तान से गुजारिश है कि कृपया तुरंत मंच के पास पधारें. KL10 मलप्पुरम के सामने लायन स्पोर्ट्स आलतियोर. आज के दिन का 8वां खेल होगा. अरशाद की गेंद യോർക്ക് के साथ शुरुआत किए हैं. തീർച്ചയായിട്ടും യോർക്കർ പന്തുകൾ എറിയുമ്പോൾ അല്പം ലൈനിൽ പിഴവ് വന്നാൽ അത് ഫുൾ ടോസ് ആയി മാറും. ആ ഫുൾ ടോസ് പന്തുകളെ ഒരു പക്ഷേ സിക്സർ അടിക്കാൻ അതിനേക്കാളും എളുപ്പമാകും. ഇത്തരത്തിലുള്ള ബോളിംഗുടെ ശ്രമം കൂടുതലും മികച്ച യോർക്കറുകൾ തന്നെ ഒട്ടനവധി തവണ ഞങ്ങൾ കണ്ടു. വ്യത്യസ്ത ടീമുകളുടെ പന്തെറിയൽ. ബോളിംഗ് വിഭാഗത്തിൽ വീണ്ടും ഹർഷാദിന്റെ അടുത്ത പന്തുമായി നെക്സ്റ്റ് എൻഡിൽ നിന്നും ശിവപ്രമോദ് ആഞ്ഞടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ വിക്കറ്റ് കീപ്പർ ഷാരോന്റെ കൈകളിലേക്ക് 2-3 ബൗൺസിന് ശേഷം ഡോക്ടർ ഷാഹിൻ വരുന്നു. അർഷാദിന്റെ അരികിൽ ചില നിർദ്ദേശങ്ങൾ കൈമാറുന്നു. തുടർന്ന് അർഷദിന്റെ അടുത്ത പന്ത്. ആഹാ, പന്ത് കാലിൽ തട്ടുകയാണ്. അപ്പീൽ. പക്ഷേ ഈ അപ്പീലിൽ ആത്മവിശ്വാസം കുറവ്. ലെഗ് സ്റ്റംപിന്റെ പുറത്തേക്ക് പോകുന്ന പന്ത് മിഥുൻ മുരളി ലെഗ് ബൈ എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ സൗജന്യമായി സ്കോർ ബോർഡ് ചലിപ്പിച്ചുകൊണ്ട് yes, it is one more to the addition. And this occasion straight to the fielder. Dr. Shaheen gets the catch. Abdullah departs. ഒരു കൂട്ടുകെട്ട് മനോഹരമായി തിരിച്ചുവരവിന്റെ പാതയിൽ. നെക്സ്റ്റ് ഷൂട്ടേഴ്സ് പടനയുടെ 6ാമത്തെ വിക്കറ്റ്. ഓപ്പണറായി ഇറങ്ങിയ അബ്ദുള്ളയുടെ ഏകാഗ്രത നഷ്ടപ്പെട്ടു. അങ്ങനെ വിക്കറ്റ് നൽകിക്കൊണ്ട് മടങ്ങുന്നു. അബ്ദുള്ളയുടെ സ്ഥാനത്ത് ടൗൺ പടനയുടെ മറ്റൊരു ഓപ്പണർ ബാറ്റ്സ്മാൻ സഫീർ ഗുൽഷൻ ആണ് ഇറങ്ങുന്നത്. ആത്മവിശ്വാസം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഏകദേശം 18 വർഷത്തെ ക്രിക്കറ്റ് കരിയർ ഒട്ടനവധി കേരള, കർണാടക ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മണലാരണ്യങ്ങളും കഴിച്ച അനുഭവ സമ്പത്തുള്ള സഫീർ ഗുൽഷൻ ഈ അവസാന 5ാമത്തെ ഓവർ 2 പന്തുകൾ ശേഷിക്കവേ അർഷാദ് വീണ്ടും കളിക്കുന്നു സിംഗിളിലേക്ക്. പക്ഷേ റൺ എടുക്കാനുള്ള അവസരമില്ല. ഡിഫെൻസീവ് ആയി കളിക്കുകയാണ്. ഇനി ഒരു പന്ത് കൂടി ഈ 5ാമത്തെ ഓവറിൽ ശേഷിക്കുന്നു. 30 എത്തിയിരിക്കുന്നു. യോർക്കർ മറ്റൊരു ഡോട്ട് ബോളോട് കൂടി ഓവർ അവസാനിക്കുകയാണ്.
അങ്ങനെ അഞ്ചാമത്തെ ഓവർ അവസാനിക്കുമ്പോൾ സ്കോർ നില 30-ൽ തന്നെയാണ്. കേവലം 2 റൺസ് മാത്രമാണ് ഈ ഒരു ഓവറിൽ പിറന്നത്. നാലാമത്തെ ഓവറിൽ വന്ന 17 റൺസിനെ ഒഴിവാക്കിയാൽ തീർച്ചയായിട്ടും മികച്ച ബോളിംഗ്, മികച്ച ഫീൽഡിംഗ് ന്യൂ സ്പോർട്സ് കോഴിക്കോട്. ഇതാ ഇനി 2 ഓവർ ശേഷിക്കുന്നു. 5 ഓവറിൽ 30. കറന്റ് റൺ റേറ്റ് തീർച്ചയായിട്ടും 6 റൺസ്. അങ്ങനെ ഇനിയുള്ള 12 പന്തുകൾ 6 വിക്കറ്റ് നഷ്ടമായി. കേവലം 4 വിക്കറ്റുകൾ കയ്യിലുള്ള പടന്ന ഷഫീർ. ഒരു കാലത്ത് 100-ൽ പരം മീറ്റർ വലിയ സിക്സറുകൾ അടിക്കാൻ കഴിവുള്ള കളിക്കാരൻ സഫീർ ഗുൽഷൻ തൻ്റെ കഴിഞ്ഞ കാലത്തിലെ ആ ഒരു പ്രകടനത്തിലേക്ക് മടങ്ങിയാൽ തീർച്ചയായിട്ടും ഒരു സുരക്ഷിത നല്ല ടോട്ടലിലേക്ക് പടന്ന എത്തിക്കാൻ സാധിക്കും. ഇവിടെ ശിവപ്രമോദ് സ്ട്രൈക്കിൽ. വസന്തിന്റെ പന്ത് ഫുൾ ടോസായി വന്ന പന്തിനെ അടിക്കുന്നു. ഫീൽഡിംഗ് മനോഹരം. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ന്യൂ കോഴിക്കോടിന്റെ എയർ ഫീൽഡിംഗ്. ജാനു ഒരു അവസരം നഷ്ടപ്പെട്ടു എന്നതൊഴിച്ചാൽ തീർച്ചയായിട്ടും എയർ ഫീൽഡിംഗ്, ഗ്രൗണ്ട് ഫീൽഡിംഗ് മികവുറ്റതാണ്. ന്യൂ 6ാമത്തെ ഓവർ വസന്തിലൂടെ ആരംഭിക്കുന്നു. 2 റൺസോടുകൂടി സ്കോർ നില 32. Now the next delivery. Short pitch one. Shiva Pramod looking to play the ball to the onside. What a quickest delivery. Umpire we have on the middle Jyotish and Mithun Murali. And another quick delivery. Back-to-back dot balls. Still remains on the scorecard of 32. 3 ball up in the over. Vasanta started a beautiful ball, consecutive 2 dot balls. Then सफीर गुलशन. अब दोनों बल्लेबाज बीच मैदान पर कुछ बातचीत की हैं और यही समझाया है कि बल्ले का मुंह खोला है. खेला लॉन्ग ऑफ के ऊपर से शिव प्रमोद ने ये बनाई है छक्के. ഒരു ഭാഗത്ത് വിക്കറ്റുകൾ നഷ്ടമാകുമ്പോൾ പന്തുകളെ ബൗണ്ടറിയും സിക്സർ അടിക്കുവാനുള്ള ശ്രമത്തിൽ വിജയം കൊയ്തെടുക്കുന്നു ശിവ് പ്രമോദ്. അങ്ങനെ മറ്റൊരു പന്ത് യോർക്കർ ഇൻസൈഡ് ഏജ്. 1 റൺ തീർച്ചയായിട്ടും പ്രമോദിന്റെ അക്കൗണ്ടിലേക്ക്. 6ാമത്തെ ഓവർ അവസാനിക്കാൻ ഇനി 1 പന്ത് കൂടി. വസന്ത 39. ഇന്നിംഗ്സിൽ ഇനി അവസാന 7 പന്തുകൾ ശേഷിക്കുന്നു. ക്യാപ്റ്റൻ ന്യൂ പെട്ടെന്ന് തന്നെ തുടരുക. സഫീർ വീണ്ടും മറ്റൊരു ഇന്നിംഗ്സ് അവസാനിക്കുകയാണ്. സഫീറിന്റെ 7ാമത്തെ വിക്കറ്റ് നഷ്ടമാകുന്നു. ഓവർ സംഖ്യ 6 അവസാനിക്കുമ്പോൾ 39-7. Irshad, the new man for Nextel Shooters Padna. 39-7 now. Final 6 balls to go to complete the innings. Who will bowl the last over? SP Nishat. ആദ്യ പന്ത് അടിക്കുന്നു. തീർച്ചയായിട്ടും അവസാന ഓവറുകളിൽ നേടുന്ന ആ റൺസ് തീർച്ചയായിട്ടും പടന്ന ടീമിന് ഏറ്റവും പ്രാധാന്യമുള്ള സാഹചര്യമാണ്. ഈ ഒരു 6ഓടുകൂടി സ്കോർ നില 45-ൽ എത്തിയിരിക്കുന്നു. ഇനിയും 5 പന്തുകൾ. പടന്ന ടീമിൽ നിന്നും ബൗണ്ടറിയോ സിക്സറോ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരൊറ്റ കളിക്കാരൻ ശിവപ്രമോദ് മാത്രം. ക്രമസംഖ്യ 7-ൽ ഇറങ്ങിയ പ്രമോദിന്റെ മനോഹരമായ ബാറ്റിംഗ് മികവ്.
SP. ഒരിക്കൽ കൂടി ഉയർത്തി അടിക്കുന്നു, പക്ഷേ ഇത്തവണ പന്തിന് കീഴെ ഫീൽഡർ റെഡിയാണ്. ക്യാച്ച് എടുക്കാനുള്ള അവസരം, അങ്ങനെ അവസാനം ക്യാച്ച് എടുക്കുന്നു. തീർച്ചയായിട്ടും അത്ര എളുപ്പമല്ല ഇത്തരത്തിലുള്ള ക്യാച്ചുകൾ എടുക്കുന്നത്. അങ്ങനെ ശിവപ്രസാദിന്റെ പോരാട്ടം അവസാനിക്കുകയാണ്. വളരെ മികച്ച ഇന്നിങ്സ് പടന്നയ്ക്ക് വേണ്ടി കാഴ്ചവെച്ച ശേഷമാണ് ശിവപ്രമോദ് മടങ്ങിയത്. തീർച്ചയായിട്ടും അഭിനന്ദനാർഹ ഇന്നിങ്സ്. അമ്പൂട്ടി ക്രമസംഖ്യ 10-ൽ അമ്പൂട്ടി ഇറങ്ങുന്നു. 8 വിക്കറ്റ് നഷ്ടമായതിന് ഈ സാഹചര്യത്തിൽ ഇനി പന്തുകളുടെ സംഖ്യ വളരെ ചുരുക്കമാണ്. സ്ട്രൈക്കിൽ ഇർഷാദ്, ഫുൾ ടോസ്. ഈ അവസരത്തിൽ സിംഗിൾ നേടുന്നു അമ്പൂട്ടി. കേവലം ബൗളിംഗിൽ മാത്രമല്ല, താൻ ഒരു കൂറ്റൻ അടികളുടെ ആശാനാണ് എന്ന് ഇന്നലെ അദ്ദേഹം കാണിച്ചു തന്നതാണ്. അവസാനം 3 പന്തുകൾ കൂടി ശേഷിക്കവേ അമ്പൂട്ടി സ്ട്രൈക്കിൽ. നിന്ന നിൽപ്പിൽ തന്നെ അമ്പൂട്ടി അടിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ സമ്പർക്കമില്ല. അവസാന 2 പന്തുകളിലേക്ക് സ്കോർ നില ഇപ്പോഴും 46. അവസാന 2 ബോൾ. Driven the game to the long off region. Irshad gets a single. Ambuti gets a single now on non-striking end. Now the last delivery of the first innings. SP. Now into ball to Irshad. And it should be the end of the over, end of the innings. So dot ball to end of the innings. Score is 47. 47 runs ആണ് നേടിയത്. നെക്സ്റ്റിൽ ഷൂട്ടേഴ്സ് പെടുന്ന 48 റൺസിന്റെ ലക്ഷ്യം. 47 on the scorecard. 48 is the chasing target. അടുത്ത മത്സരം മത്സരിക്കേണ്ട KL മലപ്പുറം ലയൺ സ്പോർട്സ് ആലത്തിയൂർ. जिससे पहले कि अगला इनिंग्स शुरुआत हो जाए, आरंभिक दोनों बल्लेबाज उतर चुके हैं, लेकिन यहां
आंखों तक हाल सुनाने में बदलाव लाना चाहूंगा अंग्रेजी एवं मातृभाषा में मोहम्मद रफी कासरगोड। Thank you, Mr. Divakar. Very good afternoon, ladies and gentlemen. We are moving into the second innings of this match. New Sports Calicut versus National Shooters Baratna. First ball. Slower from Ambuti. 48 runs the target to chase. Run rate is a big issue for New Sports Calicut. Can they break through the shackles? Wait and watch. Dot ball again. Far away from the off stick. First runs on the board for the team New Sports Calicut. Another slower working for Ambuti and National Shooters Padana. Mask ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക. Thank you. Another beautiful delivery from Ambuti. Sharon playing it carefully. Looks for a reverse hit just to run matram extra രൂപത്തിൽ. One more. Great over from a great bowler. ആദ്യ ഓവറിൽ ഒരു റൺ, വിക്കറ്റ് നഷ്ടപ്പെടാതെ ന്യൂ സ്പോർട്സ് കാലിക്കറ്റ് പതുക്കെ തുടങ്ങുന്നു. 48 വിജയലക്ഷ്യം. Bowling by Salim Khan. First ball of the second over. Swing and a miss. That's a great hit. All the way over the top. Over square leg for 6. First boundary off the bat from Dr. Shaheen Abubakar. And a great start for the batsman. Now scoreboard moves to 7.
Shot again. Back to back from Shaheen Abubakar. Through the gap again. Long chase for the man. Cuts it there. Chance for two. Not taking it. A single. Not happy with himself, Dr. Shaheen, because that was not a great delivery. He could have been done better, I think. Back with Sharon. Shot. Down the ground. Ambuti fields. Singles again. Shot! A great one from Dr. Shaheen Abubakar. Third one of these over. A great over for New Sports Calicut. What a brilliance that. Dr. Shaheen at its level best for New Sports Calicut. End of the over. 2 overs gone. 21 runs for the wickets with safe hands. And overall, 21. 20 runs കഴിഞ്ഞ overall. Thanks to 3 sixes from Dr. Shaheen. Ambuti continues into his last over of the match. Punching it in the back foot towards the extra cover. 22 runs already. 26 runs വിജയിക്കാൻ. വിജയത്തിന്റെ മാഗ്നിറ്റ്യൂഡ് വർദ്ധിച്ചാൽ റൺ റേറ്റിന്റെ ആനുകൂല്യം ലഭിക്കും. സിംഗിൾ അനായാസം. They are happy with it. That's loose. Struggling Sharon departs. New batsman Fahad. Do or die batsman ആണ്. ഒന്നുകിൽ ഗ്രൗണ്ടിന് പുറത്ത് അല്ലെങ്കിൽ ബാറ്റ്സ്മാൻ പുറത്തെന്ന രീതിയിൽ ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ബാറ്റ്സ്മാൻ. ടൈമർ ശ്രദ്ധിക്കണം ബാറ്റ്സ്മാൻ. 90 സെക്കൻഡ്. ആദ്യ വിക്കറ്റ് നഷ്ടമാവുന്നു. വൺ ഡൗൺ ബാറ്റിംഗിൽ പ്രൊമോഷൻ ലഭിക്കുന്നു ഫഹദിന്. Goes upstairs and timer stops. Unwanted ആയിരുന്നു എന്ന് തോന്നിപ്പിക്കുന്നു. ആദ്യ പന്തിൽ സ്വീപ്പിന് ശ്രമിക്കുന്നു ഫഹദ്. And the call goes upstairs.
Third umpire decision pending. Out. End of Dr. Shaheen. Unwanted wicket concedence. താങ്ങാവുന്നതിലും അപ്പുറമാവാൻ സാധ്യതയുണ്ട്. അനാവശ്യമായൊരു റണ്ണിന് ശ്രമിച്ച് ഏറ്റവും നല്ല ഫോമിൽ കളിച്ച ബാറ്റ്സ്മാനെ നഷ്ടപ്പെടുത്തി കളയുന്നു ന്യൂ സ്പോർട്സ്. വിക്കറ്റ് വില്ലനാവുന്നു. മറ്റൊരു വില്ലാളി വീരൻ വരുന്നു, വി കണ്ണൻ. നോ ബോൾ ആയിരുന്നു. സോ ഫ്രീ ഹിറ്റ്. നോ ബോളിൽ റൺ ഔട്ട്, അതും 3 സിക്സ് അടിച്ച് കത്തി നിൽക്കുന്ന ബാറ്റ്സ്മാൻ. ടഫ് ടു ബിലീവ് വി കണ്ണൻ ക്യാൻ സ്റ്റാർട്ട് ഈസിലി വിത്ത് കോൺഫിഡൻസ് ഇൻ ദ ബാക്ക് ഫുട്ട്. പഞ്ചിങ് ടു ദി എക്സ്ട്രാ കവേഴ്സ്, ടേക്കൻ എ സിംഗിൾ. Score 25. Fahad is in the air, chance for something. Ajay Sri takes it. സ്വയം പഴിക്കേണ്ടി വരുന്നു ന്യൂ സ്പോർട്സ് കാലിക്കറ്റിന്. ലയൺസ് സ്പോർട്സ് ആലത്തിയൂർ won the toss against KL10 മലപ്പുറം and they are going to bat first. രണ്ട് ടീമുകളും ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുന്നു. KL10 ready to bowl. They were happy with it. Speed up. സുരക്ഷിതമായി ഒരു വിജയ തീരമെടുക്കാൻ വി കണ്ണൻ. റെസ്പോൺസിബിൾ ഷോട്ട് just for a single. End of the over. 3 overs gone. Scoreboard shows me 26 runs. 22 വിജയിക്കാൻ. Winning target from now 22 runs more. 4 ഓവറിൽ 22 വിജയിക്കാൻ. പക്ഷേ എത്ര വലിയ വിജയമാണോ നേടുന്നത് അത്രയും അനുകൂലമായിരിക്കും ടേബിളിലെ സ്ഥാനം. Back again to the game here. Who is bowling next? It's Umesh comes in to bowl to V Kannan. Shot. Fielded this. Finally is okay. Good fielding. Away. 20 runs agale. 20 runs to win the match. No ball call. Things are helping New Sports really well. Free hit to the batsman Janardhan and he will go for a big hit. Definitely no doubt about it. A grounder, a good comeback in the free hit delivery. Just a single. No ball il run out ആയതോടു കൂടി ഡോക്ടർ ഷാഹിന്റെ അഭാവത്തോടു കൂടി മത്സരം മന്ദഗതിയിലേക്ക്. Not connected. Dot ball. പൊന്നും വിലയുള്ള ഡോട്ട് ബോളുകൾ.
VVK straight to Ajay Sri. End of VV Kandan. New Sports again in trouble. New batsman, it's Shinu, walks into the middle. Please speed up. What's going on? Shinu and Jenu for New Sports. Umesh. Full toss, missed completely. Gaurav New Sports in the Garatil. There was a big chance. But now. Tough. Through the offside. Smashed hard. Fielder in the covers. നാല് വിക്കറ്റുകൾ വീണിരിക്കുന്നു. 4 ഓവറുകളും കഴിഞ്ഞിരിക്കുന്നു. അതിനിർണായകമായ നിമിഷങ്ങളിലൂടെ ന്യൂ സ്പോർട്സ് കടന്നു പോകുന്നു. സ്ട്രൈക്കിംഗിൽ ജനാർദ്ദനൻ ആൻഡ് ഷിനു. ഇനി വിജയിക്കാൻ 3 ഓവറുകളിൽ 17 റൺസ്. 5 ഓവറിൽ 50 എന്നത് ചേസ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ന്യൂ സ്പോർട്സിന് അനുകൂലമായ പോയിന്റ് ടേബിളായി മാറുമായിരുന്നു. പന്തുമായി ശിവപ്രമോദ്. ടീമിന് എന്തെങ്കിലും സംഭാവന ബാറ്റ് കൊണ്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രിവാൻഡ്രം ആഷസിന്റെ പ്ലെയറിൽ നിന്നാണ് ശിവപ്രമോദ്. Now strike here with Shinu for the team New Sports Calicut. In the air, another trouble, Ajay. No ball call. Chance for the third. No ball +2. So 3 runs added, 14 runs. No ball and 3 runs ഓടാനുള്ള ശ്രമം നടത്തിയാൽ കിട്ടുമായിരുന്നു എന്നതാണ് അവസ്ഥ. ക്യാച്ച് എടുത്ത അമ്പയറിന്റെ തീരുമാനം മനസ്സിലാക്കാതെ വായുവിൽ ഉയർന്ന പന്തിലൂടെ ഒരു ബോണസ് റൺ നേടുന്നു ന്യൂ സ്പോർട്സ് കാലിക്കറ്റ്. ഫ്രീ ഹിറ്റ് ഡെലിവറി ടു സ്റ്റാർട്ട് ഫ്രം ശിവൻ അഗൈൻ. Shot, free hit, 1 bounce to the fielder. 5 more balls left in this over. Vijay Lakshmini 13. Important time. What a crucial group this. What a tight group this. Can Shivan control it in time? Wait and watch.
Shot is in the air. Couple of bounces and to the field. 4 balls remaining in this over. 2 more overs left after this. $12 to win. 16 balls remaining. Through the offside, a single. In the air, catches the call. Janathan in question. Ajay Srisuran catchuകളുടെ പെരുമഴ അദ്ദേഹത്തിന്റെ ഏരിയയിൽ ഇത്തവണ ജനാർദ്ദനൻ വിടവാങ്ങുകയാണ് ഇന്നിംഗ്സിൽ നിന്ന്. തിളങ്ങി നിന്ന അവസരത്തിൽ വീണ വിക്കറ്റിന് ഒരു റൺഔട്ടിന് ഒരു പ്ലേ ഓഫ് ക്വാളിഫയർ സാധ്യതയാണോ കൊടുക്കേണ്ടി വരിക എന്ന് കണ്ടറിയാം. വി ഡോണ്ട് നോ വാട്ട് എവർ ഇറ്റ് ഈസ്. ചെറിയ റൺ റേറ്റ് മാർജിൻ ഡിഫറൻസ്, അതുകൊണ്ട് വി കനോട്ട് പ്രെഡിക്റ്റ് എനിത്തിങ്. ന്യൂ ബാറ്റ്സ്മാൻ Anwar. Sheenu this time pulls it just for a single. 1 ball remaining, 38 on the board, 10 runs to win, 13 balls remaining. But how many balls will be remaining after the run chase? That will be a big answer. That will be a big difference. But shooters have still chances for the next thing. Comes down the track and runs the first one. They will be back for the second. Confusion again, and Abdullah will not miss it. That's the end of Sheenu. Who is out? Okay, timer stops. Referral to the third umpire. Decision is pending here. അഖിൽ രാജിന്റെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അവർ ഈ മത്സരത്തിൽ കളിക്കുകയാണ്. ഈ മത്സരം കഴിഞ്ഞാൽ കേൽറ്റൺ മലപ്പുറം അഖിലിന്റെ ചികിത്സയ്ക്ക് വേണ്ടി എല്ലാവരും കൈകോർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
വിജയിക്കാൻ ഇനി 9 മിനിമം. ടീമുകൾ ശ്രദ്ധിക്കുക, ലേലത്തുക 2:30 മണിക്ക് പ്രെയർ ഹാളിൻ്റെ പ്രെയറിൻ്റെ ഹാളിൽ വിതരണം ചെയ്യുന്നതായിരിക്കും. ടീമുകൾ ശ്രദ്ധിക്കുക, ലേലത്തുക 2:30 മണി മുതൽ പ്രെയർ ഹാളിൽ വെച്ച് കൈമാറുന്നതായിരിക്കും. Anwar is out. Shinu is still there. New batsman in the crease. One runs വിജയിക്കാൻ. New batsman Namit. Umesh to continue. Useful. Magnificent. ആ റൺ ഔട്ടിന്റെ വിധി മറ്റൊന്നായിരുന്നെങ്കിൽ ഈ 6-ന് ചിലപ്പോൾ പിറവിയെടുക്കാൻ സാധിക്കില്ലായിരുന്നു. Dot ball. Please speed up please. No time. Three more to win. White ball. 2 more to win from now. New spots. Almost close. Running hard. That's a winning run. That's a 4. ആ 4 കൂടി ന്യൂ സ്പോർട്സിന് പിൻബലം നൽകുന്നു. കണ്ടറിയണം ആരാണ് മുന്നിലെന്ന്. Congratulations, New Sports Calicut. ഒൻപത് പന്തുകളാണ് ബാക്കി.